കഥയാരംഭിക്കുന്നത് ഒരു ജയിലിൽ നിന്നുമാണ്. ക്രൂരതകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രശ്നബാധിതമായ ഒരു ജയിൽ. ഏറെ കറപ്റ്റഡായ ഗാർഡുകളായിരുന്നു ആ ജയിൽ ഭരിച്ചിരുന്നത്. വാർഡനടക്കം അവിടുത്തെ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിലും ബന്ധപ്പെട്ടിരിക്കുന്നു. ജയിലിനുള്ളിൽ ഇല്ലീഗൽ ഫൈറ്റിംഗ് മാച്ച് നടക്കാറുണ്ടായിരുന്നു. മാച്ച് എൻഡിൽ ഡെത്താണ് നടക്കുക. പ്രിസണേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യും. വാർഡനായിരുന്നു അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. എതിരാളി മരിക്കുന്നവരെ അടുത്തയാൾ ഫൈറ്റ് ചെയ്യണം. ഓൺലൈനിലൂടെ പുറത്തുള്ള ഒരാളുടെ സഹായത്തോടെ അത് സ്ട്രീം ചെയ്ത് വാർഡനടക്കം ഒരുപാട് പണം സമ്പാദിക്കുന്നുമുണ്ടായിരുന്നു. കഥ അവിടെ നിന്നും വയാറ്റ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരിലേക്ക് നീങ്ങുന്നു. വയാറ്റ് തന്റെ ഭാര്യയും മകനുമായി അത്ര അടുത്ത ബന്ധത്തിലല്ല. അന്ന് സ്കൂളിൽ നിന്ന് മകനെ പിക്ക് ചെയ്ത് ഭാര്യയ്ക്കടുത്ത് വീട്ടിലേക്ക് വയാറ്റ് ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു. മകന്റെ മുഖത്ത് ചതവേറ്റ പാട് കണ്ട് വയാറ്റിന്റെ ഭാര്യയെന്ന് ഒരുപാട് ശബ്ദിക്കുന്നുണ്ട്. വയാറ്റിന്റെ ഭാര്യ മേരി ഇതെങ്ങനെ സംഭവിച്ചു എന്ന തരത്തിലൊക്കെ വയാറ്റിനോട് ചോദിച്ചു. അത് പയ്യന്മാര് തമ്മിലുള്ള ചെറിയ ഇടിയുടെ ഇടയിൽ വന്നതാ, ഇതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന് വയാറ്റ് പറഞ്ഞെങ്കിലും മേരിക്ക് അതങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. കഴിഞ്ഞ 2 കൊല്ലത്തോളമായി വയാറ്റിന് ജോലിയില്ല. അതിന്റെ പേരിൽ വയാറ്റും മേരിയും തമ്മിൽ പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. മേരി ഒക്കെ കൂടി ചേർത്ത് വയാറ്റിനെ ഒന്ന് വഴക്ക് പറഞ്ഞു. വയാറ്റന്ന് അവിടെ നിന്ന് നേരെ പോകുന്നത് തന്റെ പഴയ സുഹൃത്തും പാർട്ട്ണറുമായിരുന്ന FBI ഏജന്റായി വർക്ക് ചെയ്യുന്ന സ്റ്റീവ് ജെയിംസിനെ കാണുവാനാണ്. സ്റ്റീവ് മുമ്പ് വയാറ്റിനൊപ്പം ഫൈറ്റ് ക്രൈംസിൽ ജോലി നോക്കിയിരുന്നു. 2 കൊല്ലം മുമ്പ് വയാറ്റ് തന്റെ പ്രവൃത്തികൾ കൊണ്ടും ക്രിമിനലുകൾക്കെതിരെയുള്ള രൂക്ഷമായ പ്രവർത്തനങ്ങൾ കൊണ്ടും സ്പെഷ്യൽ ഫോഴ്സസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതായിരുന്നു. ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. സ്റ്റീവുമായി സംസാരിക്കുമ്പോൾ വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസിനെ പറ്റി സ്റ്റീവ് പറഞ്ഞു. FBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമുണ്ട്. നേരത്തെ നമ്മൾ കണ്ട പ്രശ്നത്തെപ്പറ്റി FBI അന്വേഷണം നടത്തുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഒട്ടും വിശ്വസിക്കാനാവാത്ത അവസ്ഥയിൽ അവിടുത്തെ പ്രിസണേഴ്സ് കുറെ പേര് കൊല്ലപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി അന്വേഷണം നടത്തിയെങ്കിലും വാടന്മാരടക്കം ചേർന്ന് കാര്യങ്ങളൊക്കെ അട്ടിമറിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അണ്ടർ കവറായി ആരെങ്കിലും പ്രശ്നകത്ത് പോയി ഇതിനെപ്പറ്റി അന്വേഷിക്കണം എന്നാണ് FBI ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വയാറ്റിന് വേണമെങ്കിൽ ആ ജോലി ഏറ്റെടുക്കാം. നല്ലൊരു തുക വയാറ്റിന് പ്രതിഫലം ലഭിക്കും. ചിലപ്പോൾ സക്സസ്ഫുള്ളായി ഈ മിഷൻ പൂർത്തിയാക്കിയാൽ വയാറ്റിന് തിരികെ FBI-യിൽ നല്ലൊരു ജോലിയും ലഭിച്ചേക്കാം. വയാറ്റിനോട് ആലോചിച്ച് എത്രയും വേഗം ഇതിലൊരു തീരുമാനമെടുക്കാനും സ്റ്റീവ് പറഞ്ഞു. വയാറ്റെന്ന് അതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ചു. ജോലിയില്ലാതെ ഇങ്ങനെ തുടരുന്നത് ശരിയല്ല എന്ന് വയാറ്റിന് തോന്നി. റിസ്ക് എടുക്കാൻ വയാറ്റ് തീരുമാനിക്കുകയാണ്. ജോലിക്കായി അടുത്ത 4 ആഴ്ചത്തേക്ക് താൻ മാറി നിൽക്കുന്നു എന്ന് ഫാമിലിയോട് അറിയിച്ച് ജോലി ഏറ്റെടുക്കാനുള്ള തീരുമാനം വയാറ്റ് സ്റ്റീവിനോട് ചെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനടുത്ത് പോയി സ്റ്റീവിനെ കണ്ട് പ്ലാനിന്റെ അവസാന ഫൈനലൈസേഷൻ വയാറ്റ് നടത്തി. വയാറ്റ് ആദ്യം ജയിലിലേക്ക് എത്തിപ്പെടണം. അതിന് പോലീസ് ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെറുതാണെങ്കിലും വയാറ്റ് പ്രവർത്തിക്കണം. വയാറ്റ് തീരുമാനിച്ചത് പോലീസുകാർ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകലായിരുന്നു. അതാവുമ്പോൾ ഒറ്റയടിക്ക് പോലീസ് പെർസ്യൂട്ട് വരും. സ്റ്റീവിനടുത്ത് നിന്നിറങ്ങിയ വയാറ്റ് അവിടുണ്ടായിരുന്ന ഒരു പോലീസുകാർ തന്നെ മോഷ്ടിച്ച് ഓടിച്ചു പോവാൻ ആരംഭിച്ചു. വയാറ്റിനെ പിന്തുടർന്ന് പോലീസ് സംഘം വരുന്നുണ്ടായിരുന്നു. ഒറിജിനാലിറ്റി തോന്നുവാൻ കുറച്ചധിക നേരം പോലീസിന് ഒരു ചേസിംഗ് സാധ്യത വയാറ്റ് തുറന്നുകൊടുത്തു. ഒടുവിൽ വയാറ്റ് പോലീസിന് കീഴടങ്ങി. കാർ മോഷ്ടിച്ചതിനും ഒരു പോലീസുകാരനെ ഉപദ്രവിച്ചു എന്ന കുറ്റത്തിന്റെ പേരിലും വയാറ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോടതിയിലും വിചാരണ വന്ന് വയാറ്റിന് തടവ് ശിക്ഷ വിധിച്ചു. വയാറ്റ് നേരെ പ്ലാൻ ചെയ്ത പോലെ ജയിലിലേക്ക് എത്തിച്ചേരുകയാണ്. ജയിലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വാർഡനെത്തി വന്നെത്തിയ പ്രിസണേഴ്സിനോട് മുഴുവൻ സംസാരിച്ചിരുന്നു. കമാൻഡിംഗ് പവറോടുകൂടി വാർഡൻ പറഞ്ഞു, ഈ ജയിൽ എന്റെ ടെറിട്ടറിയാണ്. ഞാൻ പറയുന്നതെന്തോ അതിവിടെയുള്ള ഓരോരുത്തരും അനുസരിച്ചോളണം. ഏതൊരു അനുസരണക്കേടും വലിയ ശിക്ഷകൾ കൊണ്ടുവരുത്തി തരും. പിന്നാലെ വയാറ്റും മറ്റിൻമേറ്റ്സും സെല്ലുകളിലേക്ക് മാറ്റപ്പെട്ടു. സമയം രാത്രിയായി. അന്ന് ജയിലിനകത്ത് ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇല്ലീഗൽ ഫൈറ്റ് കാണാൻ വാർഡനും ചെന്നു നോക്കി. ഫൈറ്റിൽ 2 പേരിൽ ഒരാളായിരിക്കും കൊല്ലപ്പെടുക. അന്ന് ഫൈറ്റ് നടക്കുമ്പോൾ ഡെപ്യൂട്ടി വന്നെത്തിയ പുതിയൊരു പ്രശ്നർ ഡീറ്റെയിലുമായി വാർഡന്റെ അടുത്തേക്ക് എത്തി. വയാറ്റിന്റെ ഡീറ്റെയിൽ ആയിരുന്നു അത്. ആള് മുമ്പ് സ്പെഷ്യൽ ഫോഴ്സസിൽ ഉണ്ടായിരുന്നതാണെന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമാണെന്നും ഒരു ടഫ് മനുഷ്യനുമാണ് എന്ന് ഡെപ്യൂട്ടി വാർഡനോട് പറയുന്നുണ്ട്. വാർഡൻ എക്സൈറ്റഡ് ആയി. വയാറ്റിന്റെ സ്കില്ലുകൾ ഒന്ന് നോക്കണമല്ലോ എന്ന് പറയുകയും ചെയ്തു. അടുത്ത ദിവസം വയാറ്റിന് വേണ്ടി ഒരു ടെസ്റ്റിന് കളമൊരുക്കാൻ ഡെപ്യൂട്ടിയോട് വാർഡൻ ആവശ്യപ്പെട്ടു. ഇതേ സമയം ശക്തമായ ഫൈറ്റ് തുടരുകയായിരുന്നു. ഇല്ലീഗൽ പ്രിസൺ ഫൈറ്റിൽ അന്ന് തന്റെ എതിരാളിയെ കൊലപ്പെടുത്തി ഓറൈലി എന്ന യുവാവായിരുന്നു വിജയിച്ചത്. അടുത്ത ദിവസം പുലർച്ചെ വയാറ്റും മറ്റിൻമേറ്റ്സും ജയിലിലെ ജിംഭാഗത്തേക്ക് വർക്കൌട്ടിനായി കൊണ്ടുപോകപ്പെട്ടു. വയാറ്റ് വളരെ പെട്ടെന്ന് തന്നെ തന്റെ സെൽമേറ്റ് കൂടിയായ ഓറൈലിയുമായി അടുപ്പം സ്ഥാപിച്ചിരുന്നു. ടോമി എന്ന മറ്റൊരു ഇൻമേറ്റിനെയും വയാറ്റെന്ന് പരിചയപ്പെടുന്നുണ്ട്. ഇതേ സമയമാണ് അവിടെ ഓറി എന്ന പേരുള്ള ഒരു പാവം പ്രിസണർ 2 പേരാൽ ബുള്ളി ചെയ്യപ്പെടുന്നത് വയാറ്റ് നോക്കിക്കണ്ടത്. നീതികേട് തോന്നിയ വയാറ്റ് അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് അതിലിടപെട്ട് ആ പാവം പയ്യനെ രക്ഷപ്പെടുത്തി. വയാറ്റിന്റെ ആ ബ്രേവ് ആക്ഷൻ മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഗാർഡുകൾ. അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വയാറ്റും ഇൻമേറ്റ്സും ജയിലിനകത്തേക്ക് മാറ്റപ്പെടുന്ന സമയം ഡെപ്യൂട്ടി വയാറ്റിനെ മാത്രം അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ തടഞ്ഞു നിർത്തി. അങ്ങോട്ട്
അങ്ങോട്ടേക്കായിരുന്നു ഏരിയ മുമ്പ് ബുള്ളി ചെയ്ത് ആ 2 ഇൻമേറ്റുകൾ കടന്നുവരുന്നത്. വയാറ്റിന്റെ ഫൈറ്റിംഗ് സ്കില്ല് ടെസ്റ്റ് ചെയ്യാൻ ഡെപ്യൂട്ടി ഉണ്ടാക്കിയ അവസരമാണത് എന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഫൈറ്റ് തന്നെ അരങ്ങേറി. മികച്ച ഫൈറ്റിംഗ് സ്കില്ലുകൾ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറായിരുന്ന വയാറ്റ് തന്റെ എതിരാളികളെ വിദഗ്ധമായി നേരിട്ട് കീഴ്പ്പെടുത്തുകയാണ്. വയാറ്റിന്റെ കഴിവുകളിൽ ഡെപ്യൂട്ടിക്കും വാർഡനും വളരെയധികം മതിപ്പ് തോന്നിയിരുന്നു. പിന്നാലെ വയാറ്റ് വാർഡന്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കപ്പെട്ടു. വരാനിരിക്കുന്ന ഫൈറ്റിൽ വയാറ്റിനെ താൻ ഒരു ടോപ്പ് ഫൈറ്ററാക്കാൻ പോവുകയാണ് എന്ന തരത്തിൽ വാർഡൻ പറഞ്ഞു. ജയിലിലെ എല്ലാ തടവുപുള്ളികളും തന്റെ ഓർഡർ അനുസരിക്കണം എന്നും സ്ട്രെസ് ചെയ്ത് വാർഡൻ പറയുന്നുണ്ടായിരുന്നു. അനുസരണക്കേട് കാണിച്ചാൽ വളരെ മാരകമായ മരണവേദന അനുഭവിക്കുന്ന പണിഷ്മെന്റുകൾ അനുഭവിക്കേണ്ടി വരും എന്നും വാർഡൻ കൂട്ടിച്ചേർത്തു. പക്ഷേ വയാറ്റാകട്ടെ അതൊന്നും വലിയ മൈൻഡ് ചെയ്യാതായിരുന്നു ഇരുന്നിരുന്നത്. അടുത്ത ദിവസം വയാറ്റ് ജയിലിലാണെന്ന വിവരം വയാറ്റിന്റെ ഭാര്യ മേരി അറിഞ്ഞു. വയാറ്റിനെ കാണുവാൻ അവർ ജയിലിലേക്കെത്തി. വയാറ്റിനോട് മേരി സംസാരിച്ചപ്പോ എങ്ങനെയാണ് വയാറ്റ് ജയിലിലാക്കപ്പെട്ടത് എന്ന് ചോദിച്ചു. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മേരിയെ കൊണ്ടുവരാതിരിക്കാനും അതിൽ നിന്നൊക്കെ അകറ്റി നിർത്താനും അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ആലോചിക്കണ്ട, നീ വീട്ടിലേക്ക് പോക്കോ, ഇനി എന്നെ കാണാനും വരണ്ട എന്നും പറഞ്ഞ് വയാറ്റ് മേരിയെ പറഞ്ഞയക്കുകയാണ്. ഇതേസമയം മറുവശത്ത് വാർഡൻ തന്റെ ബിസിനസ് പാർട്ട്ണറുമായി ഒരു സീക്രട്ട് കോൺവെർസേഷനിലായിരുന്നു. വാർഡന്റെ പാർട്ട്ണർ ഇല്ലീഗൽ സ്ട്രീമിംഗ് സർവീസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ജയിലിലെ ഫൈറ്റ് പണക്കാരുടെ മുമ്പിലേക്ക് ഷോ ചെയ്യിപ്പിക്കുകയും അതുവഴി പണമുണ്ടാക്കുകയുമാണ് ഇരുവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയാറ്റിന്റെ കാര്യം വാർഡൻ പാർട്ട്ണറോട് പറഞ്ഞു. വയാറ്റിന്റെ പ്രൊഫൈൽ കേട്ടതും അയാൾ വല്ലാതെ ഇൻട്രസ്റ്റഡ് ആകുന്നുണ്ട്. അന്ന് രാത്രി തന്നെ വയാറ്റിനു വേണ്ടി ഒരു ഫൈറ്റ് അറേഞ്ച് ചെയ്യാൻ അയാൾ വാർഡന് നിർദ്ദേശം കൊടുത്തു. അന്ന് രാത്രിയിൽ അത് സംഭവിച്ചു. വാർഡന്റെ ഗാർഡുകൾ കടന്നുവന്ന് വയാറ്റിനെ ബലമായി പിടിച്ച് ഫൈറ്റിംഗ് അറീനയിലേക്ക് കൊണ്ടുപോയി. അതിനുള്ളിലേക്ക് അവനെ തള്ളിയിട്ടു. വയാറ്റിനെതിരെ ഫൈറ്റ് ചെയ്യാൻ മറ്റൊരാളും വന്നെത്തിയിരുന്നു. ജീവൻ നിലനിർത്താൻ വയാറ്റിന് ഫൈറ്റ് ചെയ്യലല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല. തനിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന വ്യക്തിക്കെതിരെ തന്റെ മുഴുവൻ കഴിവുകളും പുറത്തെടുത്ത് വയാറ്റ് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. വാർഡന്റെ ബിസിനസ് പാർട്ട്ണർ അടക്കം വയാറ്റിന്റെ ഫൈറ്റിംഗ് ഒക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വയാറ്റിന് തന്റെ എതിരാളിയെ കൊലപ്പെടുത്തേണ്ട വന്നു. ആ വിജയത്തിനു ശേഷം വാർഡൻ വയാറ്റിന്റെ അടുത്തെത്തി. വയാറ്റിന്റെ വിജയത്തെയും ഫൈറ്റിംഗ് എബിലിറ്റിയെയും വാർഡൻ വല്ലാതെ പ്രശംസിച്ചു. തന്റെ ഫേവറേറ്റ് ഫൈറ്റേഴ്സിൽ ഒരാളാണ് വയാറ്റ് എന്നും വാർഡൻ പറയുന്നുണ്ട്. പക്ഷെ വയാറ്റ് വാർഡനെതിരെ സംസാരിച്ചു. ഇത്തരത്തിലുള്ള ഫൈറ്റുകളിൽ താൻ ഫൈറ്റ് ചെയ്യില്ല എന്ന് വയാറ്റ് പറഞ്ഞു. അവിടുള്ള ഇല്ലീഗൽ പ്രിസൺ റൂളുകളും വാർഡന്റെ മനോഭാവവുമൊന്നും തനിക്കിഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് വയാറ്റ് ചോദ്യം ചെയ്യുകയും ചെയ്തു. അത് കേട്ട് വാർഡന് നല്ല ദേഷ്യം വന്നിരുന്നു. വാർഡൻ കലിപ്പോടെ പറഞ്ഞു, ഈ ജയിലിൽ എന്റെ ടെറിട്ടറിയാണ്, ഒരു അനുസരണക്കേടും ഇവിടെ വെച്ചു പൊറപ്പിക്കില്ല. നടന്ന കാര്യങ്ങൾ കൊണ്ട് വയാറ്റ് കുറെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നല്ലോ. വയാറ്റ് അതൊക്കെ ഒരു ചെറുകുറിപ്പിൽ എഴുതി. ആ ചെറുകുറിപ്പ് വളരെ വിദഗ്ധമായി ലൈബ്രറി ബുക്കിന്റെ ഒരു ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ചു. ആ ബുക്ക് പോകുന്നത് പുറത്തെ ലൈബ്രറിയിലേക്കായിരുന്നു. വൃദ്ധനായ ഒരു വ്യക്തിയായിരുന്നു ബുക്ക് കളക്ട് ചെയ്യാനെത്തുക. വിദഗ്ധമായി അത് ഒളിപ്പിച്ചു കൊടുത്തതുകൊണ്ട് വൃദ്ധനും അതിൽ സംശയമൊന്നും തോന്നുന്നില്ല. ലൈബ്രറിയിൽ നിന്ന് അതേ ബുക്ക് പ്ലാൻ ചെയ്ത പ്രകാരം സ്റ്റീവ് തന്റെ ആളുകൾ ഉപയോഗിച്ച് പിക്ക് ചെയ്തിരുന്നു. ആ ലൈബ്രറിയിലെ ബുക്കിനുള്ളിലെ കുറിപ്പ് വഴി വയാറ്റ് നൽകുന്ന അപ്ഡേറ്റ്സ് ഒക്കെ സ്റ്റീവ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം വയാറ്റ് ഒറൈലിയും ടോമിയുമായി സംസാരിക്കുകയായിരുന്നു. വയാറ്റിന്റെ മുഖത്തെ ചതവുപാട് കണ്ടതും വയാറ്റ് ഫൈറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഒറൈലി മനസ്സിലാക്കി. സംസാരമൊക്കെ കഴിഞ്ഞ് അവർ ലഞ്ചിന് തയ്യാറെടുക്കുമ്പോ അങ്ങോട്ടേക്കൊരു ബിഗ് പ്രിസണർ കടന്നു വന്നു. ഒത്ത ശരീരമുള്ള ഒരു ആചാനുബാഹുവായ മനുഷ്യൻ. ആരാണ് ഒറൈലി എന്നയാൾ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. ഒറൈലി ആ ആചാനബാഹുവിന്റെ പേര് മിൽട്ടൺ എന്നാണെന്നും ജയിലിലെ ഏവരും അവനെ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്നും വയാറ്റിനോട് പറയുന്നുണ്ട്. മിൽട്ടൺ സ്ട്രോങ് ഫൈറ്റർ ആണ്. ഇന്നുവരെ ഒരാൾക്ക് പോലും മിൽട്ടനെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഏവരും അതുകൊണ്ട് തന്നെ മിൽട്ടന് റെസ്പെക്ട് കൊടുക്കുകയും ഭയത്തോടെ നോക്കിക്കാണുകയും ചെയ്യാറുണ്ട്. ഈ സമയമാണൊന്ന് സംഭവിച്ചത്. ഏരി അബദ്ധത്തിൽ മിൽട്ടന്റെ കാലിൽ ചവിട്ടി. മിൽട്ടൺ വലിയ ദേഷ്യത്തിൽ ഏരിയോട് പ്രതികരിക്കാൻ ആരംഭിച്ചു. വയാറ്റ് അത് കണ്ടതും പതിവ് പോലെ അതിലും ഇടപെടാൻ ചെന്നു. അവനൊരു മണ്ടത്തരം പറ്റിയതല്ലേ, അബദ്ധത്തിൽ സംഭവിച്ചതാ, അങ്ങ് ക്ഷമിച്ചുകള എന്ന് വയാറ്റ് മിൽട്ടനോട് പറഞ്ഞു. മിൽട്ടനെ സംബന്ധിച്ച് തനിക്കെതിരെ വന്ന് അത്ര ധൈര്യത്തോടെ ഒരാൾ അങ്ങനെ പറഞ്ഞതിൽ വലിയ കുറച്ചിൽ തോന്നി. തന്നെ പേടിയില്ലാത്ത പോലെ സാഹചര്യം ചൂടുപിടിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ടോമി അതിൽ ഇടപെട്ടു. വയാറ്റിനു വേണ്ടി മിൽട്ടനോട് ടോമി ക്ഷമ ചോദിച്ചു. വയാറ്റ് പുതിയ ആളാണെന്നും മിൽട്ടൻ ആരാണെന്നോ എന്താണെന്നോ വയാറ്റിന് അറിയില്ലെന്നും തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ ടോമി പറഞ്ഞു. അതോടെ ദേഷ്യപ്പെട്ടെങ്കിലും മിൽട്ടൻ പ്രശ്നമുണ്ടാക്കാതെ മടങ്ങിപ്പോയി. പിന്നീട് അന്ന് രാത്രിയിൽ വാർഡൻ വയാറ്റിനെ കണ്ടു. വയാറ്റ് വീണ്ടും ഫൈറ്റിനിറങ്ങണം എന്ന് വാർഡൻ ആവശ്യപ്പെട്ടു. പക്ഷെ വയാറ്റ് അതിന് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ഈ ഫൈറ്റൊക്കെ വളരെയധികം ക്രൂരമായ സംഗതികൾ മാത്രമാണ്, ഒരിക്കലും നീതികരമല്ല എന്നൊക്കെ അവൻ പറഞ്ഞു നിന്നു. പക്ഷെ ഈ സമയം വയാറ്റിന്റെ ഭാര്യയുടെയും മകന്റെയും ചിത്രം അവർ വയാറ്റിനെ കാണിക്കുകയാണ്. വയാറ്റ്
വയാറ്റ് ഫൈറ്റിന് ഇറങ്ങിയില്ലെങ്കിൽ ഇവർക്ക് ആപത്തുകൾ വരും എന്ന് പറഞ്ഞവർ ഭീഷണിപ്പെടുത്തിയതും വയാറ്റിന് മറ്റ് ചോയ്സ് ഉണ്ടായിരുന്നില്ല. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വയാറ്റ് ഫൈറ്റിനിറങ്ങി. അന്നത്തെ വയാറ്റിന്റെ എതിരാളി ഏഷ്യയിൽ നിന്നൊരു ടഫ് പ്രിസണർ ആയിരുന്നു. വളരെ ഹാർഡായ തരത്തിൽ ഒരു ഫൈറ്റ് നടന്നു. പക്ഷെ അതിൽ വിജയിച്ചത് വയാറ്റ് തന്നെയായിരുന്നു. അന്ന് ഫൈറ്റ് കഴിഞ്ഞ് വയാറ്റ് പുറത്തു വന്നപ്പോ വാർഡൻ വീണ്ടും വയാറ്റിനെ ഭീഷണിപ്പെടുത്തി. തങ്ങൾ പറയുന്ന പോലെ വയാറ്റ് അനുസരിച്ചില്ലെങ്കിൽ പുറത്തുള്ള വയാറ്റിന്റെ ഭാര്യയുടെയും മകന്റെയും ജീവന് ഭീഷണി ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു അത് വയാറ്റിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ടവരെ ഉപയോഗിച്ച് അവർ തന്നെ ചൂഷണം ചെയ്യുകയാണല്ലോ എന്ന് വയാറ്റിന് തോന്നിയിരുന്നു. ഇതേസമയം മേരിയാകട്ടെ സ്റ്റീവിനോട് സംസാരിച്ചു. വയാറ്റ് എങ്ങനെയാണ് ജയിലിലെത്തിയത്, എന്താ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. വയാറ്റ് അങ്ങനെ ജയിലിലായതിലും വയാറ്റിനെ കാണാൻ ചെന്നപ്പോ അത്തരത്തിൽ വയാറ്റ് പ്രതികരിച്ചതിലും മേരിയാകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. സ്റ്റീവ് മേരിയോട് സംസാരിച്ച് വയാറ്റിനെ എത്രയും വേഗം താൻ പുറത്തിറക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത ദിവസം വയാറ്റും മറ്റുള്ളവരും വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഏരി കുഴഞ്ഞു വീണു. എല്ലാവരും നോക്കിയപ്പോ കണ്ടത് മിൽട്ടൺ ഏരിയെ പുറകിൽ നിന്ന് ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ മിൽട്ടൺ വലിയ ക്ഷുഭിതനായിരുന്നു. അതിന്റെ പ്രതികാരമായിരുന്നു മിൽട്ടൺ അവിടെ വെച്ച് ചെയ്തത്. ദേഷ്യം വന്ന വയാറ്റ് അവിടെ ഒച്ചയും ബഹളവും ഉണ്ടാക്കി. നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കി മിൽട്ടനെതിരെ ഒരു ഫൈറ്റിന് വയാറ്റ് വെല്ലുവിളിച്ചു. അടുത്ത ദിവസം വയാറ്റ് വീണ്ടും തന്റെ സീക്രട്ട് ആക്ടിവിറ്റി തുടർന്നു. താൻ മനസ്സിലാക്കിയ വിവരങ്ങൾ ചെറുകുറിപ്പിലാക്കി പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ച് സ്റ്റീവിലേക്ക് എത്തിക്കുന്ന പദ്ധതി. പക്ഷെ ഇത്തവണ വയാറ്റ് അത് പ്രവർത്തിക്കുമ്പോ എതിർ സെല്ലിലെ ടോമി അത് നോക്കിക്കണ്ടിരുന്നു. അന്ന് രാത്രിയിൽ വയാറ്റിന്റെ സെല്ലിന്റെ ഭാഗത്തേക്ക് 2 ഗാർഡുകൾ വന്നു. വയാറ്റിനടുത്തുള്ള ഓറേലിയായിരുന്നു അന്ന് ഫൈറ്റിനവർ കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷെ ഫൈറ്റിനിറങ്ങി പ്രതീക്ഷയോടെ നിന്നിരുന്ന ഓറേലിയുടെ മുഖം എതിരാളിയെ കണ്ടതും മാറി. വന്നെത്തിയിരുന്നത് മിൽട്ടൺ ആയിരുന്നു. അന്ന് നടന്ന ഫൈറ്റിൽ ഓറേലി കൊല്ലപ്പെട്ടു. പിറ്റേന്ന് പുലർച്ചെ പതിവ് പോലെ വയാറ്റും മറ്റ് ഇൻമേറ്റ്സും പതിവ് കാര്യങ്ങൾക്കായി ഇറങ്ങി. ഓറേലിയെ കാണുന്നുണ്ടായിരുന്നില്ല. വയാറ്റ് തിരക്കിയപ്പോ തലേദിവസത്തെ ഫൈറ്റിൽ ഓറേലി കൊല്ലപ്പെട്ട കാര്യം അവൻ മനസ്സിലാക്കി. മിൽട്ടനാണ് ഓറേലിയെ കൊന്നത് എന്നതുകൂടി കേട്ടപ്പോ വയാറ്റാകെ അസ്വസ്ഥനായിരുന്നു. തന്റെ ആകെയുള്ള സുഹൃത്ത് കൊല്ലപ്പെട്ടതിലെ ദുഃഖം വയാറ്റിനെ ആകെ ബാധിച്ചു. അധികം വൈകാതെ വയാറ്റിന്റെ സെല്ലിലേക്ക് 2 ഓഫീസേഴ്സ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വാർഡൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈബ്രറി ബുക്കിൽ വയാറ്റ് എഴുതി ഒളിപ്പിച്ചിരുന്ന ആ ചെറിയ കുറിപ്പ് വാർഡൻ കണ്ടെത്തിയിരുന്നു. അതിനെപ്പറ്റി വാർഡൻ വയാറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിച്ചു. ആർക്ക് വേണ്ടിയാണ് വയാറ്റ് ജോലി നോക്കുന്നത് എന്ന് വാർഡൻ തിരക്കി. പക്ഷേ വയാറ്റൊന്നും മിണ്ടുന്നേ ഉണ്ടായിരുന്നില്ല. അതോടെ കൂടുതൽ ക്രൂരമായ ചോദ്യം ചെയ്യലിന് ഒരു ഐസൊലേഷൻ റൂമിലേക്ക് വയാറ്റ് മാറ്റപ്പെടുകയാണ്. ഹിഡൻ പേപ്പർ ഉണ്ടെന്നറിയാതെ ബുക്ക് എപ്പോഴും ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയിരുന്ന വൃദ്ധനായ മനുഷ്യനെ തന്നെ വാർഡന്റെ ആളുകൾ കൊന്നുകളഞ്ഞു. ഐസൊലേഷൻ റൂമിൽ വാർഡനും മറ്റുള്ളവരും ചേർന്ന് വയാറ്റിനെ ക്രൂരമായി ഉപദ്രവിച്ച് ആർക്കു വേണ്ടിയാണ് വയാറ്റ് ജോലി നോക്കുന്നത് എന്ന തരത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. വയാറ്റൊന്നും വിട്ടുപറഞ്ഞില്ല. നിങ്ങൾക്ക് എങ്ങനെ ഇതിനെപ്പറ്റി വിവരം കിട്ടി എന്ന് വയാറ്റ് ചോദിച്ചു. അപ്പോഴാണ് ടോമി അങ്ങോട്ടേക്ക് വന്നത്. ടോമിയായിരുന്നു അതിനെപ്പറ്റി വാർഡനെ അറിയിച്ചത്. അങ്ങനെ ചെയ്താൽ വാർഡൻ ടോമിയെ പുറത്തുവിടും എന്ന് ടോമി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വാർഡൻ ടോമിയെ കൊന്നുകളഞ്ഞു. വീണ്ടും വയാറ്റിനെ ഉപദ്രവിക്കൽ തുടർന്നു. മറുവശത്ത് വയാറ്റിനെ കണക്ട് ചെയ്യാൻ സാധിക്കാതെ സ്റ്റീവ് കുറച്ച് പാനിക് ആവുന്നുണ്ടായിരുന്നു. സ്റ്റീവ് പുറപ്പെട്ട് മേരിയുടെ അടുത്തെത്തി. വയാറ്റ് എങ്ങനാണ് ജയിലിൽ എത്തിപ്പെട്ടത് എന്ന കാര്യം കൃത്യമായി മേരിയെ അറിയിച്ചു. വയാറ്റ് ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ലെന്നും FBI വേണ്ടി വയാറ്റ് ഒരു അണ്ടർ കവർ മിഷനിൽ പോയതാണ് എന്നും സ്റ്റീവ് വ്യക്തമായി പറഞ്ഞു. മേരിയെയും കുട്ടിയെയും സപ്പോർട്ട് ചെയ്യാനും ജോബ്ലെസ് ആയി കഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഈ റിസ്കി മിഷൻ വയാറ്റ് ഏറ്റെടുത്തത് എന്നും സ്റ്റീവ് വ്യക്തമാക്കുന്നുണ്ട്. വയാറ്റിനെ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിയതിന് മേരിക്ക് ആ നിമിഷം ചെറുതായെങ്കിലും കുറ്റബോധം തോന്നി. അവിടെ തുടരുന്നത് അപകടമാണെന്ന് മേരിയെയും മകനെയും പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് എത്രയും വേഗം മേരിയെയും മകനെയും മാറ്റാൻ സ്റ്റീവ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും വാർഡന്റെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ സ്റ്റീവിനെ വെടിവെച്ച് വീഴ്ത്തി മേരിയെയും കുട്ടിയെയും ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ സ്റ്റീവ് കൊല്ലപ്പെട്ടിരുന്നില്ല. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്ന സ്റ്റീവ് ആക്രമണത്തിൽ രക്ഷപ്പെട്ടിരുന്നു. ഉടനടി സ്റ്റീവ് തന്റെ ആളുകളെ വിളിച്ചു. FBI താൻ മനസ്സിലാക്കിയ വിവരങ്ങൾ കൈമാറി ജയിലിൽ കടന്നുകയറി വയാറ്റിനെ മോചിപ്പിക്കണമെന്നും വാർഡനും മറ്റുള്ളവർക്കുമെതിരെ ആക്ഷൻ എടുക്കണം എന്നും സ്റ്റീവ് ആവശ്യപ്പെട്ടു. മറുവശത്ത് മേരിയും കുട്ടിയും വാർഡന്റെ മുമ്പിലേക്ക് എത്തിക്കപ്പെട്ടിരുന്നു. അവരെ കാണിച്ച് ഭീഷണിപ്പെടുത്തി വയാറ്റിനെ കൊണ്ട് ആരാണ് വയാറ്റിനെ അങ്ങോട്ടേക്ക് വിടുവിപ്പിച്ചത് എന്ന് പറയിപ്പിക്കലായിരുന്നു വാർഡന്റെ ലക്ഷ്യം. പക്ഷേ അതിനു മുമ്പ് അന്ന് രാത്രിയിലെ ഫൈറ്റ് മേരിയെയും മകനെയും കാണിപ്പിക്കുവാൻ വാർഡൻ തീരുമാനിച്ചിരുന്നു. വയാറ്റെന്ന് മിൽട്ടനെതിരെ ഫൈറ്റ് ചെയ്യും. വാർഡൻ തന്റെ ഫാമിലിയെ ബന്ദിയാക്കി അവിടെ കൊണ്ടുവന്നിരുന്നത് ഫൈറ്റിംഗ് അറീനയിലേക്ക് എത്തിയ വയാറ്റ് നോക്കിക്കണ്ടിരുന്നു. അവരെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നടക്കുന്ന ഫൈറ്റിൽ താൻ വിജയിക്കണം എന്ന് വയാറ്റിന് ഉറപ്പുണ്ടായിരുന്നു. വൈകാതെ മിൽട്ടനും വയാറ്റും തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു.
ഒടുവിൽ മിൽട്ടനെ കീഴ്പ്പെടുത്തി വീഴ്ത്തി. പക്ഷേ തന്റെ ഭാര്യയുടെയും മകന്റെയും മുമ്പിൽ വെച്ച് മിൽട്ടനെ കൊല്ലുവാൻ വയാറ്റ് ഒരുക്കമായിരുന്നില്ല. അത് വാർഡനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. വയാറ്റിനെതിരെ തിരിഞ്ഞ് വാർഡൻ അറീനയ്ക്കകത്തേക്ക് കടന്നു വന്നു. വയാറ്റിനെ ആക്രമിക്കാൻ ആരംഭിച്ചു. വയാറ്റിനെ അടിച്ചു വീഴ്ത്തി കൊല്ലാനായിരുന്നു വാർഡന്റെ ശ്രമം. താൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ഫാമിലിക്ക് മുമ്പിലിട്ട് വയാറ്റിനെ വകവരുത്തും എന്ന് വാർഡൻ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രിസണിലേക്ക് FBI ഏജന്റ്സും സ്റ്റീവും എത്തിച്ചേർന്നിരുന്നു. ടാക്ടിക്കൽ ഓപ്പറേഷൻ വഴി പ്രിസൺ ചുറ്റിവളഞ്ഞ FBI കൃത്യമായി അകത്തു കയറി ഗാർഡുകളെയൊക്കെ ബന്ദികളാക്കി. ഇതേസമയം അറീനയ്ക്കകത്ത് വാർഡൻ വയാറ്റിനെ വകവരുത്താൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് സ്റ്റീവ് ഡെപ്യൂട്ടി വാർഡനെ വെടിവെച്ച് കൊന്നുവീഴ്ത്തിയത്. അതോടെ വാർഡന്റെ ശ്രദ്ധ തിരിഞ്ഞു. ആ അവസരം മുതലെടുത്ത് വാർഡനെ അടിച്ചിട്ട് വയാറ്റ് സിറ്റുവേഷൻ തന്റെ കൺട്രോളിലേക്കാക്കുകയാണ്. താൻ വർക്ക് ചെയ്യുന്നത് സ്റ്റീവിന് വേണ്ടിയിട്ടാണെന്നും വാർഡന്റെ ഇവിടത്തെ അധികാരവും ഭരണവുമൊക്കെ അവസാനിച്ചു എന്നും വല്ലാത്തൊരു ഭാവത്തിൽ വയാറ്റ് വാർഡനോട് പറയുന്നുണ്ട്. പിന്നാലെ സ്റ്റീവും ടീമും ചേർന്ന് ജയിൽ പിടിച്ചെടുക്കുകയും കറപ്റ്റഡ് ഓഫീസേഴ്സിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വയാറ്റ് ജയിൽ മോചിതനായിരുന്നു. വയാറ്റിന്റെ ജീവൻ പണയം വെച്ചുള്ള ആ പ്രവൃത്തി അംഗീകരിക്കപ്പെട്ടു. വയാറ്റിന് FBI ജോലി ലഭിച്ചു. കൂട്ടത്തിൽ വയാറ്റ് ജയിലിൽ ചെയ്ത പ്രവൃത്തിക്ക് നല്ലൊരു പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. വയാറ്റിന്റെയും ഫാമിലിയുടെയും ജീവിതം അതോടെ മെച്ചപ്പെടുകയായിരുന്നു. സ്റ്റീവും വയാറ്റും വീണ്ടും പാർട്ട്നേഴ്സായി ജോലി നോക്കാൻ തുടങ്ങി. ഇതേസമയം മറുവശത്ത് പഴയ ജയിൽ വാർഡനും മറ്റ് വാർഡന്മാർക്കും കോടതി ശിക്ഷ വിധിച്ചിരുന്നു. അവർ അടക്കി ഭരിച്ചിരുന്ന അതേ ജയിലിലേക്ക് തന്നെ കുറ്റവാളികളായി പ്രിസണേഴ്സായി അവർ എത്തിച്ചേർന്നു. നല്ല അധികാരികൾ ആ പ്രിസൺ കൈകാര്യം ചെയ്യാനായും വന്നുകഴിഞ്ഞിരുന്നു. പഴയ വാർഡന് വധശിക്ഷയായിരുന്നു കോടതി വിധിച്ചിരുന്നത്. തന്റെ ദിവസങ്ങളെണ്ണി വാർഡൻ ജയിലിൽ കഴിയാൻ തുടങ്ങി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.